മഹാദേവൻ അങ്കിളുടെ നമ്പറാണല്ലോ. ഇന്ദുവിന് അങ്കിളിനെ അറിയോ? എന്നാലും ഈ ഫോൺ നമ്പർ എന്താ ഇവിടെ എഴുതിയിട്ടിരിക്കുന്നത്? മഹാദേവനാണല്ലോ. മഹി, ചേച്ചി ചേച്ചി കിടന്നായിരുന്നോ? ഇല്ല, കിടന്നാലും ഉറക്കമില്ല മഹി. ഉറക്കം നഷ്ടപ്പെട്ടിട്ട് ദിവസങ്ങളായി. കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. അതാ ഇപ്പൊ ഞാൻ വിളിച്ചത്. എത്ര മാറ്റി നിർത്തിയാലും തള്ളിപ്പറഞ്ഞാലും ചേച്ചിക്കും കുടുംബത്തിനും ഒരു പ്രശ്നം ഉണ്ടായെന്നറിഞ്ഞാൽ ഈ മഹിക്കും മിണ്ടാതിരിക്കാൻ പറ്റില്ലല്ലോ. കരയാതിരിക്കുക ചേച്ചി. ചേച്ചിയുടെ കണ്ണീര് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഒരു കൂടപ്പിറപ്പായല്ല, അമ്മയുടെ സ്നേഹവും കരുതലുവാ ചേച്ചി എനിക്ക് തന്നത്. മഹി, എന്റെ മോൻ. ആദർശിനെ നമുക്ക് രക്ഷിക്കാം. അതിനെന്താ വേണ്ടതെന്ന് എനിക്കറിയാം. ചേച്ചി ഒരു വാക്ക് പറഞ്ഞാൽ ഞാനത് ചെയ്യാം. എങ്ങനെ? നിസ്സാരമായ ഒരു കേസിലല്ല, കൊലക്കേസിലാ അവരെന്റെ മോനെ പെടുത്തിയിരിക്കുന്നത്. എത്ര വലിയ കേസാണേലും രക്ഷിക്കാൻ 100 വഴികളുണ്ട് ചേച്ചി. എത്രയോ വലിയ കുറ്റകൃത്യങ്ങൾ ചെയ്തവർ ഒരു ശിക്ഷ അനുഭവിക്കാതെ വളരെ കൂളായിട്ട് നമ്മുടെ സമൂഹത്തിലൂടെ നടക്കുന്നുണ്ട്. അതൊക്കെ അവരുടെ ബുദ്ധിയും സാമ്പത്തിക ശേഷിയും കൊണ്ട് നേടിയെടുത്തതാ. പക്ഷേ അതിൽ ചുരുക്കം ചിലർ അകത്തായിപ്പോവും. നമ്മുടെ ആദർശിന് അങ്ങനൊരവസ്ഥ വരാൻ ഞാൻ സമ്മതിക്കത്തില്ല ചേച്ചി. നീ വിചാരിച്ച എന്റെ മോനെ പുറത്തിറക്കാൻ പറ്റുമോ? ചേച്ചിക്ക് ഈ മഹിയെ വിശ്വാസമില്ലേ? ചേച്ചി, ഞാൻ വെറും വാക്ക് പറയില്ല. ആദർശിനെ പുറത്തിറക്കുമെന്ന് ഞാൻ എൻ്റെ ചേച്ചിയോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനത് ചെയ്തിരിക്കും. നീ അത് ചെയ്ത ഈ ചേച്ചിക്ക് തരാൻ പറ്റിയ ഏറ്റവും വലിയ സമ്മാനമാകും അത്. എങ്ങനെയെങ്കിലും നീ ആദർശനെ രക്ഷിക്കണം മോനെ. അത് ചേച്ചി മാത്രം പറഞ്ഞാൽ പോരാ, ആദർശം കൂടെ സഹകരിക്കണം. ഇപ്പോഴത്തെ അവസ്ഥയിൽ ഞാൻ പറഞ്ഞ അവൻ അനുസരിക്കുമെന്ന് ചേച്ചിക്ക് തോന്നുന്നുണ്ടോ? ആദർശിന് എന്നെക്കുറിച്ച് എന്തൊക്കെയോ തെറ്റിദ്ധാരണകളുണ്ട്. ഞാൻ അവനെ രക്ഷിക്കാൻ ശ്രമിച്ചാലും അവനതിനെ നെഗറ്റീവായി മാത്രമേ കാണൂ. അതുമാത്രമല്ല, മോശമായിട്ട് അവൻ എന്നോട് പ്രതികരിക്കുകയും ചെയ്യും. ഇല്ല മഹി, അങ്ങനൊന്നും സംഭവിക്കില്ല. അവന്റെ പ്രായത്തിന്റെ എടുത്തിയാട്ടം കൊണ്ട് നിന്നോട് ചില തെറ്റുകൾ ചെയ്തു. അത് ക്ഷമിക്കേണ്ടത് നമ്മൾ മുതിർന്നവരല്ലേ? ചേച്ചി, അതൊന്നും ഞാൻ ഈ സമയത്ത് ചിന്തിക്കുന്നില്ല. ആദർശ് എനിക്ക് മകനെ പോലെ തന്നെ. അവൻ ഓഫീസ് കാര്യങ്ങളിൽ അങ്ങനെ എന്നോട് പെരുമാറിയതിന് ചില കാരണങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും തൽക്കാലം ഞാനിപ്പോൾ പറയുന്നില്ല. ആദർശിന്റെ പണവും പ്രതാപവും കണ്ട് അവനോടൊപ്പം കൂടിയവർക്ക് അവനെ എന്നെയും തമ്മിൽ തെറ്റിക്കേണ്ടത് ആവശ്യമായിരുന്നു. അത് മനസ്സിലാക്കാതെ ആദർശൻ ചില മണ്ടത്തരങ്ങളൊക്കെ കാണിച്ചു. അതൊക്കെ എന്നെ വല്ലാതെ വേദനിപ്പിക്കുകയും ചെയ്തു. അതൊന്നും നീ മനസ്സിൽ വെക്കരുത് മഹി. ആദർശനെ നിനക്ക് ചെറുപ്പം മുതൽ അറിയാവുന്നതല്ലേ? ആ കമ്പനി അവന്റെ പ്രാണനാ. അവിടെ ഉണ്ടാകുന്ന നിസ്സാര കാര്യങ്ങൾ പോലും അവന് ഒരുപാട് സ്വാധീനിക്കും. അതൊക്കെ ആദർശിന്റെ മാത്രം കുഴപ്പമാണോ അതോ മറ്റാരെങ്കിലും ആദർശിനെ കൊണ്ട് ചെയ്യിച്ചതാണോന്നൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല. അതൊന്നും ഇപ്പൊ പറയേണ്ട സമയവും അല്ല. ഇപ്പോ ആദർശിനെ എങ്ങനെയെങ്കിലും പുറത്തു കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മളിപ്പോൾ ചിന്തിക്കേണ്ടത്. നീ അതിനുവേണ്ടി ചെയ്യാവുന്നതൊക്കെ ചെയ്യണം.
പിന്നെ ഞാൻ എന്ത് ചെയ്യണമെന്ന് നീ പറഞ്ഞാ മതി, ഞാൻ അതുപോലെ ചെയ്യാം. ആദ്യം ചേച്ചി ആദർശിനെ പോയി കാണണം. എന്നിട്ട് കാര്യങ്ങളെല്ലാം ആദർശുമായിട്ട് സംസാരിക്കണം. ആദർശിന്റെ തീരുമാനം അറിഞ്ഞതിന് ശേഷം ഞാൻ അവനെ പോയി കാണാം. അതാ നല്ലത്. നീ പറയുന്നത് പോലെല്ലാം ഞാൻ ചെയ്യാം. ഞാൻ ഉടനെ ആദർശിനെ പോയി കണ്ട് കാര്യങ്ങൾ സംസാരിക്കാം. അവനെ കൊണ്ട് സമ്മതിപ്പിക്കുകയും ചെയ്യാം. എങ്കിലേ ചേച്ചി സമാധാനമായിട്ട് ഉറങ്ങിക്കൂ. ആദർശ് ഉടനെ പുറത്തു വരും. നിന്റെ വാക്കുകൾ എനിക്ക് വിശ്വാസമാണ് മഹി. സത്യം പറയാലോ, ഇപ്പോ മനസ്സിന് നല്ല സമാധാനം തോന്നുന്നുണ്ട്. ആ എങ്കിൽ ശരി ചേച്ചി, എല്ലാം പറഞ്ഞ പോലെ. ഓക്കെ. എന്തോ കോളടിച്ച ലക്ഷണമുണ്ടല്ലോ. നമ്മളൊരു കാര്യം പ്ലാൻ ചെയ്യുന്നു, പിന്നെ അത് നടപ്പിലാക്കാൻ വേണ്ട കരുക്കൾ നീക്കുന്നു. ചൂണ്ടയിൽ ഇര കോർത്ത് വളരെ ക്ഷമയോടെ മീൻ കൊത്താൻ കാത്തിരിക്കുന്ന ചൂണ്ടക്കാരൻ സന്തോഷിക്കുന്ന എപ്പോഴാ? അയാള് വിചാരിച്ച മീനിനെ കിട്ടുമ്പോ മാത്രമാ. ആ അതുപോലെ എന്റെ പ്ലാൻ ഞാൻ വിചാരിച്ച രീതിയിൽ മുന്നോട്ട് പോകുമ്പോഴാണ് എന്റെ മുഖത്ത് ഈ പുഞ്ചിരി ഉണ്ടാകുന്നത്. സന്തോഷമുള്ള കാര്യല്ലേ? അപ്പൊ അതെടുത്തടിക്കും. ലഹരി അങ്ങ് നൊരഞ്ഞ് പതഞ്ഞ് തലച്ചോറ് നിറയ്ക്കട്ടെ. മദ്യത്തിന്റെ ലഹരിക്കൊക്കെ ഒരു പരിധി ഉണ്ട് സാറേ. എന്നെ എപ്പോഴും ഭ്രാന്ത് പിടിപ്പിക്കുന്ന ലഹരിയെ അധികാരവാ. എനിക്ക് രാജ്യത്തെ മന്ത്രിയോ പ്രസിഡന്റോ ഒന്നും ആവണ്ട. ദേവ ബിൽഡേഴ്സിന്റെ കണിഞ്ഞാൻ അതെന്റെ കയ്യിൽ വരണം. ആ കമ്പനിയുടെ MD ആവണം. ദേവേട്ടനൊപ്പം ഞാനും വിയർപ്പൊഴുകി പടുത്തുയർത്തത് ആ കമ്പനി. അവസാനം ഞാൻ അവിടെ നിന്നും പുറത്തായി. ഇത് ന്യായമാണോ? ഒരിക്കലും അല്ല. അത് അനീതിയാണ്, അക്രമമാണ്, അങ്ങനെ പലതുമാണ്. അതൊന്നും സമ്മതിച്ചു കൊടുക്കരുത്. നിങ്ങളെ പുറത്താക്കിയിട്ട് അവരൊന്നും സമാധാനമായിട്ട് ഒരു കമ്പനി നടത്തില്ലെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? എല്ലാം നമ്മൾ പൊളിച്ചടിക്കില്ലേ? അവരുടെയൊക്കെ പ്രോജക്റ്റ് നിർത്തിച്ചു. അഹങ്കാരം കാണിച്ചവരെ പിടിച്ചങ്ങ് ജയിലിലേക്ക് അയച്ചു. പിന്നെ ഇനി എന്ത് വേണം? ഞാനിപ്പോ ഫോണിൽ സംസാരിച്ചതേ എന്റെ ചേച്ചിയോടാ, ആദർശിന്റെ അമ്മയോട്. എന്നിട്ടെന്താ പറഞ്ഞു? ആദർശിനെ ജയിലിൽ നിന്ന് ഇറക്കാൻ ഞാൻ സഹായിക്കാവെന്ന് പറഞ്ഞു. നിങ്ങൾക്ക് എന്താ വട്ടാണോ? അവരെ ജയിലിലടയ്ക്കാനല്ലേ നിങ്ങൾ ഇത്രയും പാടുപെട്ടത്. അപ്പൊ ഇനി എന്തിനാ അവരെ ജയിലിൽ നിന്ന് ഇറക്കുന്നത്? നിങ്ങൾ എന്താ നാരായണത്തെ പ്രാർത്ഥന പഠിക്കുകയാണോ? പാടുപെട്ട് വൈകുന്നേരം വരെ കല്ലുരുട്ടി മലയുടെ മുകളിൽ കയറ്റിയിട്ട് എന്നിട്ട് അത് താഴേക്ക് ഉരുട്ടി വിട്ട് നിന്ന് ചിരിക്കുക. ഇതിനെയാണോ നിങ്ങളുടെ മാസ്റ്റർ പ്ലാനും വിചാരിച്ച മീനിനെ പിടിക്കുന്ന ചൂണ്ടക്കാരന്റെ കഥയൊക്കെ ആയിട്ട് പറഞ്ഞത്? സാറേ, ഇതെന്റെ മാസ്റ്റർ പ്ലാൻ തന്നെയാ. ആദർശ് ജയിലിൽ നിന്ന് ഇറങ്ങണമെങ്കിൽ അവൻ എന്നോട് ആവശ്യപ്പെടണം. അങ്ങനെ അവൻ ആവശ്യപ്പെടുമ്പോൾ ഞാൻ എന്റെ ഡിമാൻഡുകൾ അങ്ങോട്ട് പറയും. പിന്നെ അവൻ എന്റെ കയ്യിലെ ഒരു കളിപ്പാവയായിരിക്കും. ഞാൻ ആടാൻ പറയുമ്പോ ആടണം, നിൽക്കാൻ പറയുമ്പോ നിൽക്കണം. ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ? പുറത്തിറങ്ങി കഴിയുമ്പോ അവൻ മാമനാ മച്ചാനോ നോക്കാതെ പോടാ പുല്ലേന്ന് പറഞ്ഞ എന്ത് ചെയ്യും? അങ്ങനൊന്നും അവൻ പറയില്ല. അതിനുള്ള തടയിട്ടിട്ട് ഞാൻ അവനെ പുറത്തിറക്കൂ. ഒരിക്കൽ എന്റെ കെണിയിൽ വീണാൽ പിന്നെ അവന് മോചനമില്ല. സമ്മതിച്ചു, ഐഡിയ കൊള്ളാം. പക്ഷേ ആദർശൊരു മരത്തിൽ കയറി ഇറങ്ങാൻ പറ്റാതിരിക്കല്ല. ഒരു പെൺകുട്ടിയെ കൊന്ന കുറ്റത്തിന് സകല തെളിവുകളോടും കൂടി പോലീസ് പിടി ജയിലിലിട്ടിരിക്കുക. അങ്ങനെ വെറുതെ ഇറങ്ങിക്കൊണ്ട് വരാനൊന്നും പറ്റില്ല. അതൊന്നും ചിന്തിക്കാതെ ഞാൻ ഇങ്ങനൊരു ഓഫർ പറയുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നന്നായി ആലോചിച്ചുറപ്പിച്ചിട്ടാ ഞാൻ ഈ കാര്യം ചേച്ചിയോട് പറഞ്ഞത്. പക്ഷേ ഇത് നടക്കണമെങ്കിൽ ആദർശ് എന്നോട് ആവശ്യപ്പെടണം. എന്നാലേ ഞാൻ വിചാരിച്ച പോലെ കാര്യങ്ങൾ നടക്കൂ. ആദർശിനെ കാണാനേ അടുത്ത ദിവസം തന്നെ ചേച്ചി ജയിലിൽ പോകും. കാര്യങ്ങൾ പറയും. അവന് രക്ഷപ്പെടാൻ വേറെ വഴിയില്ല. അവനെ കൊണ്ട് ഞാൻ എൻ്റെ കാല് പിടിപ്പിക്കും. ദേവ ബിൽഡേഴ്സിൽ നിന്നും എന്നെ കൊണ്ട് രാജിവെപ്പിക്കാൻ അവൻ കാണിച്ച ആ ബുദ്ധിയുണ്ടല്ലോ, അതവന് കിട്ടിയതേ
എന്റെ ഈ സിരകളിലോടുന്ന രക്തത്തിൽ നിന്ന് തന്നെ. പക്ഷേ അവനെക്കാട്ടിൽ മൂപ്പ് എനിക്കുണ്ടെന്ന് അവൻ മറന്നുപോയി. എന്നെ നോവിച്ചവരെ ഞാൻ ഒരിക്കലും മറക്കില്ല. അവർക്കുള്ളത് അവസരം നോക്കി തിരിച്ചു കൊടുത്തിരിക്കും ഞാൻ. അല്ല, ആ പെൺകുട്ടിയെ കൊന്നത് ആദർശ് തന്നെയാണെങ്കിൽ അയാൾ എങ്ങനെ കേസിൽ നിന്ന് രക്ഷിക്കും? അതിനൊക്കെ വഴിയുണ്ട്. സത്യം പറ, ആദർശ് നിരപരാധിയല്ലേ? നിങ്ങളല്ലേ പെൺകുട്ടി തട്ടിയത്? എന്നിട്ട് തെളിവുകളെല്ലാം ആദർശിന്റെ തലയിൽ കെട്ടിവെച്ചതല്ലേ? ആണെങ്കിൽ ആദർശിനെ കേസിൽ നിന്ന് ഊരാൻ നിങ്ങൾ കുറ്റം ഏറ്റു പറയുന്നു, ആദർശിനെ പുറത്തിറക്കുന്നു. എന്നിട്ട് ശിക്ഷ കഴിഞ്ഞ് വെളിയിൽ വരുമ്പോ കമ്പനിയുടെ MD ആകുന്നു. ഈ പ്രായത്തിൽ ഞാൻ ജയിലിൽ കിടന്ന് കാഞ്ഞു പോയാലേ തിരിച്ചു വന്ന് എനിക്ക് MD ആകാൻ പറ്റുമോ? അതില്ല. അപ്പൊ എന്ത് ചെയ്യും? ആ, അതിനൊക്കെ വഴിയുണ്ട്. പക്ഷേ ഇപ്പൊ അത് പറഞ്ഞാൽ ശരിയാവില്ല. ആദ്യം ആദർശ് എന്റെ ട്രാക്കിൽ വരട്ടെ. അത് കഴിഞ്ഞ് ഞാൻ ഐഡിയ പറയാം. അയ്യോ ആദർശേട്ടാ, ഇതെന്താ ഇപ്പോ? ഞാൻ ജയിലിയടി. എന്താ മോനെ നീ ചെയ്തത്? ഇത് വലിയ അബദ്ധമായില്ലേ? വേറെ വഴിയില്ലമ്മേ. ഞാനാകെ പെട്ടുപോയ അവസ്ഥയല്ല. ഞാൻ ഇനി ജയിലിൽ കിടന്ന ചിലപ്പോ ചങ്കുപൊട്ടി മരിച്ചു പോവമ്മേ. എനിക്ക് നിങ്ങളൊന്നും കാണാതെ ജീവിക്കാൻ വയ്യ. എന്ത് ചെയ്തിട്ട് എന്നെ അവിടെ പിടിച്ചിട്ടിരിക്കുന്നത്? എന്നാലും കേസ് തീരാതെ വന്നാ അത് വലിയ പ്രശ്നമാവില്ലേ? പോലീസ് ആദർശനെ തേടി വരില്ലേ? അവരെന്റെ പിന്നാലെ ഉണ്ട്. എനിക്ക് അവരുടെ കണ്ണിപ്പെടാതെ ഒളിച്ചിരിക്കാൻ ഒരു സ്ഥലം വേണം. അവരിവിടെ കയറി പരിശോധിച്ച നിന്നെ കണ്ടുപിടിക്കും മോനെ. ഭഗവാനെ കൃഷ്ണ, ഇനി എന്താ ചെയ്യോ? ഇവിടുന്ന് രക്ഷപ്പെട്ട് ഞാൻ മറ്റെവിടെയെങ്കിലും ഒളിച്ചോളാം. അതോർത്ത് നിങ്ങൾ വിഷമിക്കണ്ട. അമ്മേ, എനിക്ക് വിശക്കുന്നു. എനിക്ക് ആഹാരം കഴിക്കാനുണ്ടോ? ഞാൻ അടുക്കളയിൽ പോയി നോക്കാം. ഇല്ലെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കി തരാം. അമ്മേ, സെവൻസ് ആരും അറിയരുത്. അല്ലെങ്കിൽ വേണ്ടമ്മേ, അതൊക്കെ റിസ്ക് ആണ്. തൽക്കാലം ഞാൻ കുറച്ച് വെള്ളം കുടിച്ചോളാം. മോനെ, ഞാൻ മഹാദേവനെ വിളിക്കട്ടെ. നിനക്ക് രക്ഷപ്പെടാനുള്ള എല്ലാ സഹായവും അവൻ ചെയ്തു തരും. വേണ്ടമ്മേ, അങ്കിൾ ഇടപെട്ടാൽ ശരിയാവില്ല. എന്നെ ആദ്യം പോലീസുകാർ കൊറ്റുകൊടുക്കുന്ന അങ്കിളായിരിക്കും. നീ എന്ത് മണ്ടത്തിലൊക്കെ പറയുന്നേ? മഹി നിന്നെ ഒറ്റുവന്നോ? അതിനൊന്നും ഒരു സാധ്യതയില്ല. അവൻ നിന്റെ അമ്മാവനാണെന്ന കാര്യം നീ മറന്നു പോകുന്നു. നിന്നെ എടുത്തോണ്ട് നടന്ന് വളർത്തിയാളാ മഹി. നിന്നോട് അവന് സ്നേഹവും വാത്സല്യവും മാത്രമേ ഉള്ളൂ. തിരിച്ചറിയാത്തത് നീയാ. അത് വേണ്ടമ്മേ. അമ്മ കാണുന്ന പോലെയൊന്നുമല്ല അങ്കിളുടെ സ്വഭാവം. അല്ല, അങ്കിൾ അമ്മയ്ക്ക് കൂടെ പ്രപ്പാണ് സഹോദരനാണ്. ആ ഒരു ആംഗിളിൽ മാത്രമേ അമ്മയ്ക്ക് അങ്കിളിനെ അറിയൂ. മനസ്സിൽ നിറയെ വിഷമുള്ളൊരു വല്ലാത്ത ജന്മമാണ് അങ്കിള്. അമ്മയ്ക്ക് എന്നെ ഇനിയും വീണ്ടും കാണണമെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഞാനിവിടെ വന്ന കാര്യം അങ്കിൾ അറിയരുത്. ആദർശേട്ടൻ പറഞ്ഞത് അമ്മേ ശരി. അങ്കിൾ അറിയാതിരിക്കുന്ന നല്ലത്. അങ്കിൾ അറിഞ്ഞ ആദർശേട്ടൻ ഇവിടുന്ന് വേറെ എവിടേക്കെങ്കിലും മാറ്റും. അതിനുശേഷം കമ്പനി അങ്കിളുടെ സ്വന്തമാക്കും. നിനക്കിപ്പോഴും കമ്പനിയെ കുറിച്ചുള്ള ചിന്തയുള്ള മീര. എനിക്കെന്റെ മോനാ വലുത്. കമ്പനി ആര് വേണമെങ്കിലും എടുത്തോട്ടെ. അമ്മ, എനിക്കും കമ്പനിയെക്കാളും വലുത് ആദർശേട്ടൻ തന്നെയാ. പക്ഷെ അങ്കിൾ അറിഞ്ഞ നമുക്ക് ആദർശേട്ടനെ നഷ്ടാവും, കമ്പനിയെ നഷ്ടാവും. നിങ്ങൾ പറയുന്ന ഒന്നും എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത കാര്യങ്ങളാ. അമ്മ ഇപ്പം മറ്റൊന്നും ചിന്തിക്കണ്ട. അങ്കിളിന് ഇപ്പൊ ഒന്നും തൽക്കാലം നമ്മൾ അറിയിക്കുന്നില്ല. പിന്നെ നീ ഇവിടുന്ന് എങ്ങനെ രക്ഷപ്പെടും? അതിനൊക്കെ പ്ലാൻ ഉണ്ടാക്കാമേ. തൽക്കാലം പോലീസിന് കയ്യിൽ എങ്ങനെയെങ്കിലും പെടാതിരിക്കുക, അത് മാത്രമാണ് എന്റെ ആവശ്യം. അതിനുള്ള മാർഗം എനിക്കറിയാം. അതെന്താണെന്നാ ഞാൻ ചോദിച്ചത്. അവരിവിടെ സെർച്ച് ചെയ്യാൻ വന്നാൽ ഞാൻ പിന്നിലൂടെ പുറത്തുപോയി തൽക്കാലം എവിടെയെങ്കിലും ഒളിക്കാം. നേരം വെളുത്തിട്ട് രക്ഷപ്പെടാൻ വേണ്ടി ഏർപ്പാട് ചെയ്യാം. മോനെ, പോലീസുകാർ മണ്ടന്മാരല്ല. അവരാദ്യം വന്ന് നിൽക്കുന്നതേ പിൻവാതില്ല. എന്നിട്ട് മുന്നിൽ തട്ടി വിളിക്കൂ. അയ്യോ,
പോലീസ് വന്നു തോന്നുന്നു. ഞാൻ പിന്മാതിരി ഏയ്, വേണ്ട. തുറക്കാം. ഞാൻ തുറക്കാം. വേണ്ട മോനെ, അവരവിടെ ഉണ്ടെങ്കിലോ? റിസ്ക് എടുക്കാതെ വേറെ വഴിയില്ലമ്മേ. അയ്യോ ആദർശേട്ടാ. മോനെ, അത് സ്വപ്നമായിരുന്നെന്ന് എനിക്കിപ്പോഴും വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. സ്വപ്നം കാണുന്ന സമയത്ത് അതെല്ലാം സത്യമാണെന്ന് തോന്നും. നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണെങ്കിൽ സന്തോഷവും, മറിച്ചാണെങ്കിൽ സങ്കടവും തോന്നും. അതെ, ഈ ജയിലിൽ കഴിയുമ്പോൾ ഞാൻ കാണുന്ന സ്വപ്നങ്ങളെല്ലാം പഴയതുപോലെ തിരക്കിട്ട് നടക്കുക. ഒന്നിനും സമയമില്ലാത്ത ഓട്ടം. പക്ഷേ ഇവിടെ ഇങ്ങനെ ഒന്നും ചെയ്യാതിരിക്കുമ്പോഴാ നമ്മൾ ജീവിതം കെട്ടിപ്പടുക്കാൻ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഒരർത്ഥമില്ലെന്ന് തോന്നുന്നത്. നമുക്ക് ഇങ്ങനെയൊക്കെ ഒരു അവസ്ഥ വരുമ്പോഴാ ഈ ഒരു സത്യം തിരിച്ചറിയുന്നത്. എനിക്കിങ്ങനൊരു അവസ്ഥ വന്നതിൽ ദുഃഖമോ നിരാശയോ ഒന്നുമില്ല. ആകെയുള്ള സങ്കടം എന്താണെന്ന് വെച്ചാൽ നമുക്ക് പ്രിയപ്പെട്ടവരൊന്നും കണ്ണിറയെ കാണാൻ പറ്റുന്നില്ല. അവരോടൊത്ത് സമയം ചെലവഴിക്കാനും പറ്റുന്നില്ല. അതിനെല്ലാം സാധിക്കും. മഹാദേവൻ വിളിച്ചിരുന്നു. അവന് നിന്നെ രക്ഷിക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞു. നിന്നോട് സംസാരിക്കണമെന്നും പറഞ്ഞു. മഹിക്ക് നിന്നെ രക്ഷിക്കാൻ സാധിക്കുമെങ്കിൽ അവൻ വന്ന് സംസാരിക്കട്ടെ, അല്ലേ? വേണ്ടമ്മേ, അങ്കിൾ അതൊക്കെ വെറുതെ പറയുന്നത്. അതൊന്നും നടക്കുന്ന കാര്യമല്ല. അല്ല മോനെ, അവൻ കാര്യമായിട്ടാ പറഞ്ഞത്. പറയുമ്പോൾ അങ്ങനെ പലതും പറയും. എന്നാലും അങ്കിളുമായിട്ട് ഒരിടപാടും വേണ്ട. അത് ശരിയാവില്ല. അമ്മ ആ കാര്യം ഇനി സംസാരിക്കണ്ട. എനിക്കത് കേൾക്കാൻ ഇനി ഒരു താല്പര്യമില്ല. വീട്ടിൽ വേറെന്തുണ്ടമ്മേ വിശേഷം? അമ്മയ്ക്ക് വരുമ്പോൾ മീരെ കൂടെ കൂട്ടിക്കൊണ്ട് വന്നാൽ എന്താ? ഞങ്ങളില്ലാതെ തന്നെ അവൾ നിന്നെ വന്ന് കാണുന്നുണ്ടല്ലോ, പിന്നെന്താ കുഴപ്പം? ഇനി ഞാൻ കൂടി അവളെ വിളിച്ചോണ്ട് വരണോ? മീരയ്ക്ക് നല്ല തിരക്കാണ്. കമ്പനിയിലെ കാര്യങ്ങൾ നോക്കണം, അവളുടെ വീട്ടിലെ കാര്യങ്ങൾ അന്വേഷിക്കണം, അതിനിടയിൽ നിന്നെ രക്ഷിക്കാനായി നടക്കണം. ഇതിന്റെ എല്ലാം ഇടയിൽ കിട്ടുന്ന സമയം നോക്കി അവൾ ഇവിടെ വരുന്നുണ്ടല്ലോ, നിന്നെ കാണുന്നുണ്ട്. അതുപോരെ? അഭിയിപ്പ് എങ്ങനെയുണ്ട്? അതെന്താ ഇപ്പൊ നീ അങ്ങനെ ചോദിച്ചത്? അവക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. അല്ല, വെറുതെ ബഹളം ഉണ്ടാക്കുന്നുണ്ടോന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. നിന്റെ ഭാര്യ കുറ്റം പറയുന്നുണ്ടോന്നാണോ നീ ചോദിച്ചത്? അതല്ലമ്മേ. മോനെ, ഞാൻ നിന്റെ അമ്മയാ. നീ പറയുന്ന വാക്കുകളുടെ അർത്ഥം മനസ്സിലാക്കാൻ എനിക്ക് സാധിക്കും. അവിടെ ആർക്കും കുഴപ്പമൊന്നുമില്ല. പിന്നെ മഹിയുടെ കാര്യം ഞാൻ പറഞ്ഞത് നീ ഒന്ന് ആലോചിക്കണം. എനിക്കൊരു പ്രയോറിറ്റിയേ ഉള്ളൂ, എത്രയും പെട്ടെന്ന് നിന്നെ പുറത്തിറക്കുക എന്നുള്ളത്. അതിനുവേണ്ടി ആരുടെ കാല് പിടിക്കാനും ഞാൻ തയ്യാറാണ്. ആ സമയത്ത് മഹി അതിന് തയ്യാറായി വന്ന അവന്റെ നേരെ മുഖം തിരിക്കാൻ എനിക്ക് പറ്റില്ല. നീ സമ്മതിച്ചാലും ഇല്ലെങ്കിലും ഞാൻ അവനോട് സംസാരിക്കാനും നിന്നെ പുറത്തിറക്കാനും ശ്രമിക്കും. നീ വെറുതെ ആവശ്യമില്ലാത്ത വാശിയൊന്നും കാണിക്കരുത്. അമ്മേ, ഞാൻ പറയുന്നൊന്ന് കേക്ക്. വേണ്ട, നീ പറയുന്നത് കേട്ടാ ശരിയാവില്ല. ഇക്കാര്യത്തിൽ എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ തീരുമാനിച്ചോളാം. നീ വെറുതെ എതിർക്കാൻ നിൽക്കണ്ട. ഞാനിപ്പോ പോവുക, നമുക്ക് പിന്നെ സംസാരിക്കാം. എന്തിനാ വന്നത്? അമ്മയ്ക്കെന്നെ മനസ്സിലായില്ലേ? ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ വന്നായിരുന്നു. മീര അല്ല, ഷാരി. സ്വന്തം പേരെന്താന്ന് കുട്ടിക്ക് ഉറപ്പില്ലേ? അത് ഞാൻ... നീ കൂടുതൽ അഭിനയിക്കണ്ട. നീ ആരാ എന്താന്നൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായി. എന്റെ മോളെ കൊന്നവന്റെ ഭാര്യയല്ലേ നീ? എന്ത് തെറ്റാ കുട്ടി ഞങ്ങൾ നിങ്ങളോട് ചെയ്തത്? ഒരു തെറ്റും ചെയ്യാതെ ഞങ്ങളുടെ കുഞ്ഞിനെ കൊന്നതും പോരാഞ്ഞിട്ട് ഇനി എന്ത് നേടാനാ നിങ്ങൾ ഇങ്ങോട്ട് വരുന്നത്? വേണ്ട, കരഞ്ഞു കാണിക്കണ്ട. കരഞ്ഞ് കരഞ്ഞ് കണ്ണീര് പറ്റിയവരാ ഞങ്ങൾ. ആ ഞങ്ങളുടെ മുന്നിൽ നിന്റെ ഈ അടവൊന്നും വേണ്ട. അമ്മേ,
അമ്മ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുക. എന്നെ അങ്ങനെ വിളിക്കരുത്. നിന്നെ എന്റെ ഇന്ദുവിനെ പോലെയാ ഞാൻ കണ്ടത്. എന്റെ മോളോട് തോന്നിയ സ്നേഹമാണ് ആദ്യ കാഴ്ചയിൽ തന്നെ നിന്നോട് എനിക്ക് തോന്നിയത്. ആ ഞങ്ങളെ നീ എന്തിനാ ചതിക്കാൻ നോക്കുന്നത്? ഞാൻ നിങ്ങൾ കരുതുന്ന പോലെ ഉപദ്രവിക്കാൻ വന്നതല്ല. അമ്മ പറഞ്ഞത് ശരിയാ. ഇന്ദുവിന്റെ കൊലപാതകി എന്നുള്ള പേരില് ജയിലിൽ കിടക്കുന്ന എന്റെ ഭർത്താവാ. പക്ഷെ എന്റെ ആദർശേട്ടൻ നിരപരാധിയാ. ഇന്ദുവിനെ കൊന്നത് ആദർശേട്ടനല്ല. പിന്നെ ഒരു തെറ്റും ചെയ്യാത്ത ആളെ പോലീസ് അറസ്റ്റ് ചെയ്യൂ.